ഹ്രസ്വമായ പീരീഡിലാണ് വിശ്വാസത്തിൽ വന്നിട്ടെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ആയതുകൊണ്ടാണോ അതോ വചനം മനസ്സിലാക്കിയപ്പോൾ സ്നാനപ്പെടണമെന്ന് തോന്നിയതാണ്? ഞാൻ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ട് എനിക്ക് തോന്നി ഇത് സത്യമാണെന്ന് എനിക്ക് സ്വയം മനസ്സിലാക്കിയിട്ട് സ്നാനപ്പെട്ട, വേറെ ആരുടെയും നിർബന്ധത്താലോ. പഴഞ്ഞി സഭയിലെ മെമ്പറാണ്. സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ചിലതിലൊക്കെ കിട്ടാറ്. ചെറുതിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെറിയ ആളല്ല വന്നിരിക്കുന്നത്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. ഞാൻ 2005 ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ബൈബിൾ നന്നായി വായിക്കണം എന്നുള്ളത്, ഇതിന് ഒരേ അധ്യായങ്ങളിലെ എന്തൊക്കെയാണെന്നുള്ളത് വായിച്ച് മനസ്സിലാക്കി തന്നെ പഠിക്കണം എന്ന് നമ്മുടെ പുതിയ പാറ്റേണിലെ ആദ്യത്തെ മത്സരാർത്ഥിയാണ്. അതിൻ്റെ ഒരു ആശങ്ക ഒരുപക്ഷെ കാണുമായിരിക്കും. ആശങ്കകളൊന്നും തന്നെ വേണ്ട, ബൈബിളാണ് നമ്മുടെ പുസ്തകം. അതുകൊണ്ട് ബൈബിളിൽ നിന്ന് മാത്രമായിരിക്കും കൂടുതലും ചോദ്യങ്ങൾ. ഇനി ചോദ്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ഗൗരവം. നമ്മൾ പുസ്തകം തന്നിരിക്കുന്നതുകൊണ്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള പുസ്തകത്തിനകത്തു നിന്നുള്ള എണ്ണിയെടുത്ത ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. സങ്കീർത്തനത്തിലെ ഈ വാക്യം ഏത് പുസ്തകത്തിൽ എത്രാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു? സങ്കീർത്തനത്തിൽ ഈ വാക്യം പുതിയ നിയമത്തിൽ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് പുസ്തകം, ഏത് അധ്യായം എന്നുകൂടെ പറയേണ്ടി. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം സോദോം. ആദ്യം ഉത്തരം അയച്ചത് റീജ ജോൺസൺ, തിരുവനന്തപുരം. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയരെ, ഒരുപാട് മാറ്റങ്ങളോടെയാണ് ഇത്തവണ ഞങ്ങൾ ഈ പുതിയ എപ്പിസോഡിൽ കടന്നു വന്നിരിക്കുന്നത്. പ്രേക്ഷകരുടെ നിരന്തരമായ താല്പര്യവും അഭ്യർത്ഥനകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളും അതിനുവേണ്ടി കാര്യഗൗരവമായ പരിശ്രമത്തിലായിരുന്നു. ഇന്നു മുതൽ പുതിയ ഒരു ചുവടുവയ്പ്പിലേക്ക് ബൈബിൾ ബ്രെയിൻസ് നീങ്ങുകയാണ്. നമ്മുടെ ചോദ്യത്തിന്റെ പാറ്റേണിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ആ മാറ്റം എന്താണെന്ന് പരിചയപ്പെടാൻ, ആ മാറ്റം എന്താണെന്ന് അറിയാൻ, ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്നറിയാൻ ഞങ്ങളോടൊപ്പം തുടരുക. വളരെ പ്രാർത്ഥനയോടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ബൈബിൾ ബ്രെയിൻസിന്റെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ പേര് പോൾസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തുനിന്ന് കടന്നു വരുന്നു. IPC കുന്നംകുളം സെന്ററിന്റെ കീഴിലുള്ള IPC ഹെബ്രോൻ പഴഞ്ഞി എന്ന സഭയിലെ ഒരു മെമ്പറാണ് ഞാൻ. പഴഞ്ഞി സഭയിലെ മെമ്പറാണ്.
ദീർഘദൂര യാത്ര ചെയ്താണ് തിരുവനന്തപുരത്ത് വരെ കടന്നു വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ ഒരു ഷൂട്ട് ഞങ്ങളുടെ സാങ്കേതിക തടസ്സങ്ങളാൽ കഴിയാതെ പോയിരുന്നതാണ്. അപ്പോൾ ദീർഘനാളുകൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്താണ് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ പങ്കെടുക്കണമെന്ന് അത്രത്തോളം താല്പര്യം ഉള്ളത്തിലുണ്ടായതുകൊണ്ടാണ്. അതെ. ആ, ഇതിനു മുമ്പ് ഇതുപോലെയുള്ള ബൈബിൾ ക്വിസ് മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട്. സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ചിലതിലൊക്കെ കിട്ടാറുണ്ട്. ചെറുതിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെറിയ ആളല്ല വന്നിരിക്കുന്നത്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. അങ്ങനെ സമ്മതിക്കുന്നുണ്ടോ? അതെ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ പാറ്റേണിന് ഒരു ചെറിയ മാറ്റമുണ്ട്. നിരന്തരം നമ്മുടെ ബൈബിൾ ബ്രെയിൻസ് കാണാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മുടെ പുതിയ പാറ്റേണിലെ ആദ്യത്തെ മത്സരാർത്ഥിയാണ്. അതിൻ്റെ ഒരു ആശങ്ക ഒരുപക്ഷെ കാണുമായിരിക്കും. ആശങ്കകളൊന്നും തന്നെ വേണ്ട, ബൈബിളാണ് നമ്മുടെ പുസ്തകം. അതുകൊണ്ട് ബൈബിളിൽ നിന്ന് മാത്രമായിരിക്കും കൂടുതലും ചോദ്യങ്ങൾ. അത് നമ്മൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യ, ഒരു മകനുണ്ട്, 2 മക്കള്, 3 മക്കളാണ് ഞങ്ങള്. 2 പെൺമക്കള്, അവരെ വിവാഹം കഴിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നു. മൂത്ത മകൾ അബുദാബിയിൽ ജോലി ചെയ്യുന്നു, മരുമകനും അവിടെ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ എറണാകുളത്ത് കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നു. മരുമകൻ അവിടെ ബാങ്കില് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇളയ മകൻ CA പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ വീട്ടിലിപ്പോ CA പഠിച്ചു വിദ്യാർത്ഥിയാണ് ഇളയാള്. ഓക്കെ. ഇന്ററിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പഠിച്ചു കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എക്സാം കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ നമുക്ക് പുതിയ പാറ്റേണിനെ കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം. എങ്ങനെയായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ, എങ്ങനെയായിരിക്കും നമ്മുടെ സമ്മാനത്തുക, സ്ക്രീനിൽ ശ്രദ്ധിക്കാം. ഇത്തവണ നമുക്ക് 12 നിന്ന് 15 ചോദ്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആദ്യത്തെ 6 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 1000 രൂപയുടെ ഒരു സേഫ് സോണിൽ നമ്മൾ എത്തുന്നു. അടുത്ത 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 3000 രൂപയുടെ സേഫ് സോണിൽ നമ്മൾ എത്തുന്നു. അടുത്ത 14ാമത്തെ ചോദ്യത്തിലാകുമ്പോൾ 7000 രൂപയുടെ സേഫ് സോണിൽ നമ്മൾ എത്തുന്നു. ഒടുവിൽ 15ാമത്തെ ചോദ്യമാണ് ഇത്തവണ നമ്മുടെ ബമ്പർ ചോദ്യമായിട്ട് വരുന്നത്. ഏകദേശം ആ കാര്യങ്ങൾ പിടികിട്ടില്ലോ. 6, 4, 4 അങ്ങനെ മുഴുവൻ 15 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. 3 റൗണ്ടിൽ 15 ചോദ്യങ്ങൾ. ആ 15 ചോദ്യങ്ങൾ നമുക്കുള്ളത് കൃത്യമായി 5 പുസ്തകങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. 5 പുസ്തകങ്ങളെ കുറിച്ച് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ആ 5 പുസ്തകങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും നമ്മൾ ഇത്തവണ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോകാം. കൺഫേം ആണ്? സംശയങ്ങൾ ഇതിനൊന്നും തന്നെ ഇല്ലല്ലോ? ഇല്ല. മുമ്പിലേക്ക് പോകാം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 1ാമത്തെ റൗണ്ടിലെ 1ാമത്തെ ചോദ്യം: എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ആരെ അയച്ചാണ് പൗലോസിനെയും കൂടെയുള്ളവരെയും ആശ്വസിപ്പിച്ചത്? ഓപ്ഷൻ എ മക്കദോനിയയിലുള്ള സഹോദരന്മാരെ, ഓപ്ഷൻ ബി തീത്തോസിനെ, ഓപ്ഷൻ സി അപ്പോസ്തലന്മാരെ, ഓപ്ഷൻ ഡി തിമോഥെയോസിനെ. ഇതിൽ ആരെ അയച്ചാണ് ദൈവം പൗലോസിനെയും കൂട്ടരെയും ആശ്വസിപ്പിച്ചത്? ഈ പ്രിയപ്പെട്ടവർ വന്നപ്പോൾ അവർക്ക് ആശ്വാസം ലഭിച്ചു. നമ്മൾ നൽകിയിരുന്ന ഒരു ലേഖന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. തിമോഥെയോസിനെ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഉറപ്പിക്കുകയാണ്. ചിന്തിക്കാം. തിമോഥെയോസിനെ അയക്കാം, അപ്പോസ്തലന്മാരെ അയക്കാം, തിമോഥെയോസിനെ പോലുള്ള മറ്റാളുകളെ അയക്കാം. ചേഞ്ച് ചെയ്യാം. ഓപ്ഷൻ ബി തീത്തോസ്. ഓപ്ഷൻ ബി തീത്തോസ് ഉറപ്പിക്കാം. ഓപ്ഷൻ ബി തീത്തോസ് എന്ന ഉത്തരം നമ്മൾ ഉറപ്പിക്കുകയാണ്. ഇനി ചോദ്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ഗൗരവം. നമ്മൾ പുസ്തകം തന്നിരിക്കുന്നതുകൊണ്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള പുസ്തകത്തിനകത്തു നിന്നുള്ള എണ്ണിയെടുത്ത ചോദ്യങ്ങളായിരിക്കും വരുന്നത്. പ്രേക്ഷകർ നിരന്തരമായി പറയുന്നുണ്ടായിരുന്നു ചോദ്യങ്ങളൊക്കെ വളരെ ലളിതമാണ്. പക്ഷെ നമ്മൾ പുസ്തക കേന്ദ്രീകൃതമാകുമ്പോൾ ചോദ്യങ്ങൾ വളരെ കടുപ്പമാണ്. അപ്പൊ ഇനി വരുന്ന മത്സരാർത്ഥികൾ അത് ശ്രദ്ധിക്കുക. ലളിതമായി കടന്നു പോകാവുന്നതല്ല. വായിക്കുന്നവർക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന രീതിയിലാണ് അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകുക. അപ്പോൾ 1ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി തീത്തോസ് എന്ന ഉത്തരം ശരിയാണോ? തീത്തോസ് എന്ന ഉത്തരമാണ് ശരി. സംശയമുണ്ടാകാം തിമോഥെയോസ് ആകാമോ എന്ന്. അപ്പോൾ 500 രൂപയുടെ സമ്മാനത്തുകയിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി ആ സമ്മാനത്തുക ക്രമാനുഗതമായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുമ്പിലേക്ക് പോകാം.
പോകാം. ചെറിയൊരു ടെൻഷൻ തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. ഒരു പെട്ടെന്ന് ചോദ്യം ഇങ്ങനെ വന്നപ്പോ അല്ലെ, അതിന്റെ ചെറിയൊരു ആശങ്കയുണ്ട്. മുന്നോട്ട് പോകാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം: കുല ചെയ്യുന്നവൻ എന്തിന് യോഗ്യനാണ്? ഓപ്ഷൻ എ അഗ്നിനരകത്തിന്, ഓപ്ഷൻ ബി മരണത്തിന്, ഓപ്ഷൻ സി ന്യായവിധിക്ക്, ഓപ്ഷൻ ഡി തീക്ക് യോഗ്യനാകും. എന്തിനാണ് കുല ചെയ്യുന്നവൻ യോഗ്യനായത്? മത്തായി സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള തന്റെ ഗിരിപ്രഭാഷണത്തിലെ ഒരു പ്രയോഗമാണ് കുല ചെയ്യുന്നവൻ, സഹോദരനോട് കോപിക്കുന്നവൻ എന്തിന് യോഗ്യനാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. കുല ചെയ്യുന്നവൻ എന്തിന് യോഗ്യനാകും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ അഗ്നിനരകത്തിന്. ഒന്നുകൂടെ ഇരുത്തി ചിന്തിക്കാം. ഒരു ആവേശത്തിലേക്ക് പോവേണ്ട. നമ്മുടെ ഈ പുതുക്കിയ റൗണ്ടിലെ ആദ്യത്തെ മത്സരാർത്ഥി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഗൗരവമായിട്ട് നമ്മൾ കടന്നു പോവുകയാണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ന്യായവിധി. ന്യായവിധി. ഓക്കെ, ഓപ്ഷൻ സി ന്യായവിധിക്ക് എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ഈ അഗ്നിനരകത്തിന് യോഗ്യനാകുന്നു എന്ന് യേശു പറയുന്നു. സഹോദരനോട് മൂഢ എന്ന് പറയുന്നവൻ അഗ്നിനരകത്തിന് യോഗ്യനാകുമെന്നാണ്. കൊല ചെയ്യുന്നവൻ എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് രണ്ടും കൺഫ്യൂസ് ആകാൻ സാധ്യതയുണ്ട്. സെയിം ഒറ്റ പാരഗ്രാഫിൽ വരുന്ന ചോദ്യോത്തരങ്ങളാണ്. അതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പരിശോധിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ന്യായവിധിക്ക് എന്നുള്ളതാണ്. ആ ഉത്തരവും ശരിയാണ്. ഇനി 4 ചോദ്യങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ നമുക്ക് അവശേഷിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ ഉത്തരങ്ങൾ നൽകാൻ പരിശ്രമിക്കുക. ആദ്യത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം: ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് പറഞ്ഞ് യാക്കോബ് ഒരു സ്ഥലത്തിന് ഒരു പേരിട്ടു. ഏതാണ് ആ പേര്? ഓപ്ഷൻ എ പെനിയേൽ, ഓപ്ഷൻ ബി മിസ്പ, ഓപ്ഷൻ സി ബെഥേൽ, ഓപ്ഷൻ ഡി സുക്കോത്ത്. ഇതിലേതാണ് ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ട് ജീവഹാനി വന്നില്ല എന്ന് പറഞ്ഞ് യാക്കോബ് ഇട്ടിട്ടുള്ള ആ പേര്? ഓപ്ഷൻ എ പെനിയേൽ. ഓക്കെ, ഓപ്ഷൻ എ പെനിയേൽ എന്ന ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. 2 പേര് യാക്കോബ് ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് ബെഥേലാണ്. അതിന്റെ അർത്ഥം അറിയാം, ദൈവത്തിന്റെ ഭവനം എന്നുള്ളതാണ്. മിസ്പയും സുക്കോത്തും ഒക്കെ പിന്നീട് വരുന്നതാണ്. അപ്പൊ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് പെനിയേലാണ്. പെനിയേലിന്റെ അർത്ഥം ദൈവത്തിന്റെ മുഖം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ പെനിയേൽ എന്ന ഉത്തരവാണോ? ആ ഉത്തരവും ശരിയാണ്. എനിക്ക് തോന്നുന്നു പഴയ നിയമം കുറച്ചുകൂടെ പെട്ടെന്ന് വായിച്ച് അകത്ത് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയ നിയമം പ്രത്യേകിച്ച് മത്തായി സുവിശേഷവും ലേഖനവും ഒക്കെ അല്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചിന്തിക്കുന്നു. അങ്ങനെയുണ്ടോ? ലേഖനങ്ങൾ കുറച്ച് ടഫാണ് ലേഖനങ്ങളിൽ നിന്ന് ചോദ്യം വരുമ്പോൾ. എങ്കിലും മുന്നോട്ട് പോകാൻ നമ്മളൊരു പാർട്ടിസിപ്പേഷൻ ആണല്ലോ. എന്തുകൊണ്ട് പെട്ടെന്ന് ഇത് എനിക്ക് മത്സരിക്കണമെന്നൊരു താല്പര്യം വന്നത്? പ്രോഗ്രാം കണ്ട് അനേകർ മത്സരിക്കുന്നത് കണ്ടപ്പോൾ ഉള്ളൊരു താല്പര്യമാണോ, അതോ ബൈബിളിനോടുള്ളൊരു താല്പര്യമാണോ? എന്താണ് അതിന്റെ പിന്നിലൊരു കാരണം? ബൈബിള് കൂടുതലായിട്ട് വായിക്കാനും അത് മനസ്സിലാക്കാനും മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം. ഞാൻ മനസ്സിലാക്കിയത് എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാനുള്ള ഒരു സാധ്യത കൂടെയാണ് ബൈബിൾ ബ്രെയിൻസ്. അപ്പം കടന്നു വന്നതിൽ പ്രത്യേക അഭിനന്ദനം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം: യഹോവയുടെ പെട്ടകം അബീനാദാബിന്റെ വീട്ടിൽ എത്ര നാൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 7 മാസം, ഓപ്ഷൻ ബി 2 സംവത്സരം, ഓപ്ഷൻ സി 30 സംവത്സരം, ഓപ്ഷൻ ഡി 20 സംവത്സരം. എത്ര നാൾ അബീനാദാബിന്റെ വീട്ടിൽ പെട്ടകമുണ്ടായി? ഓപ്ഷൻ ഡി 20 സംവത്സരം. ഓപ്ഷൻ ഡി 20 സംവത്സരം. ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. സംശയമൊന്നുമില്ലല്ലോ, ഉറപ്പ്? ഓക്കെ. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം പരിശോധിക്കുന്നു. ഓപ്ഷൻ ഡി 20 സംവത്സരം എന്ന ഉത്തരവാണോ? ആ ഉത്തരവും വളരെ ശരിയാണ്. പഴയ നിയമത്തിലേക്ക് കടന്നപ്പോൾ വളരെ വേഗത്തിൽ ആശങ്കകളൊന്നും ഇല്ലാതെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പഴയ നിയമമാണെന്ന് തോന്നുന്നു കൂടുതൽ വായിച്ചത്, അല്ലെ? കൂടുതൽ വായിച്ച് മനസ്സിലാക്കിയത് കുറച്ചുകൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. പോകാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. വേഗത്തിൽ പോകുന്നു. ആദ്യത്തെ റൗണ്ടിലെ 5ാമത്തെ ചോദ്യം: തന്നെത്താൻ വിടുവിക്കയില്ലാത്തത് ആരാണെന്നാണ് ആമോസ് പറഞ്ഞിരിക്കുന്നത്? തന്നെത്താൻ വിടുവിക്കയില്ല. ഓപ്ഷൻ എ ശീഘ്രഗാമി, ഓപ്ഷൻ ബി വേഗവാൻ, ഓപ്ഷൻ സി ബലവാൻ, ഓപ്ഷൻ ഡി വില്ലാളി. തന്നെത്താൻ വിടുവിക്കയില്ല. അവനെ തന്നെ വിടുവിക്കാൻ പറ്റില്ല.
ചിലപ്പോൾ ഒരു കാര്യത്തിന് എടുത്തു ചാടുന്ന ആളായിരിക്കും. അങ്ങനെ എടുത്തു ചാടുന്ന ആൾക്കാർക്ക് തന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഓപ്ഷൻ ബി വേഗവാൻ. ഓപ്ഷൻ ബി വേഗവാൻ. വേഗവാനും പെട്ടെന്ന് പോകുന്ന ഒരാളാണ്, എന്നാലും കുറച്ചുകൂടെ ബലവാൻ തന്നെ വിടുവിക്കാൻ സാധ്യതയുണ്ട്. വില്ലാളിയും തന്നെ വിടുവിക്കാൻ സാധ്യതയുണ്ട്. ബാക്കി ആ രണ്ടെണ്ണത്തിൽ വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ശീഘ്രഗാമി. ശീഘ്രഗാമി കൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഓപ്ഷൻ എ ശീഘ്രഗാമി നമുക്ക് ഉറപ്പിക്കാം. വേഗവാൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ യുദ്ധത്തിൽ കുറച്ചുകൂടെ അനായാസേന വേഗതയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കും. ശീഘ്രഗാമി ആയിരിക്കും ഈ പെട്ടെന്ന് കാര്യം കേൾക്കുമ്പോഴേ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന ഒരാൾക്കാർ. പത്രോസിനെ ഉദ്ദേശിച്ച് ആമോസ് പറഞ്ഞതായിരിക്കാനും സാധ്യതയുണ്ട് അല്ലേ? ശീഘ്രഗാമി ആയിരിക്കാം. പോയാൽ പോയി. ഇനി മറ്റൊരു ഓപ്ഷൻ നമുക്കില്ല. നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ശീഘ്രഗാമി എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഉത്തരം. അങ്ങളൊരു ദീർഘശ്വാസമൊക്കെ വിടുന്നുണ്ട്. അത് കിട്ടിയല്ലോ എന്നൊരു സന്തോഷമാണ്. അപ്പം പറയുന്ന ക്ലൂ ഒക്കെ ശ്രദ്ധിക്കാം. നമുക്ക് വേഗത്തിൽ മുമ്പിലേക്ക് കടന്നു പോകാം. കൂടുതൽ സമ്മാനത്തിലേക്ക് എത്താൻ വേണ്ടി ഞാനും ആഗ്രഹിക്കുന്നു. അടുത്ത ഈ റൗണ്ടിലെ സേഫ് സോണിൽ എത്തിക്കുന്ന ആറാമത്തെ ചോദ്യം. ഹെരോദാവിന്റെ മരണം വരെ യോസഫും മറിയയും പാർത്തിരുന്നത് എവിടെ? ഓപ്ഷൻ എ നസറേത്ത്, ഓപ്ഷൻ ബി ബേത്ലഹേം, ഓപ്ഷൻ സി മിസ്രൈം, ഓപ്ഷൻ ഡി ഗലീലയിലെ വിവിധ പ്രദേശങ്ങൾ. എവിടെയാണ് അവർ പാർത്തത്? ഓപ്ഷൻ സി മിസ്രൈം. ഓപ്ഷൻ സി മിസ്രൈം എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ഇപ്പൊ ഹെരോദാവിന്റെ മരണം വരെ, ഹെരോദാവാണ് 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും കൊന്നുകളയാൻ കൽപ്പനയിട്ട ഘട്ടം. സ്വപ്നത്തിൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ട് യോസെഫും മറിയയും യേശു കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരു ഇടത്തേക്ക് പോവുകയാണ്. ഹെരോദാവിന്റെ മരണം വരെ അവിടെ ആയിരുന്നു. അതിനുശേഷമാണ് അവർ മടങ്ങി വന്നത്. അത് മിസ്രൈം ആണെന്ന ധാരണയിലാണ് അങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ആ ധാരണ ഒരു തെറ്റിദ്ധാരണയാണോ എന്ന് നോക്കട്ടെ. നോക്കാം. തെറ്റിദ്ധാരണയാണോ? അല്ല. ഓക്കെ, ഓപ്ഷൻ സി മിസ്രൈം എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഒരു സേഫ് സോണിലെത്തി. പിന്നെ എന്നെ ഒന്ന് നോക്കി ചിരിക്കാം. അപ്പൊ ഇനി ഒരു കൃത്യമായ ഒരു സമ്മാനത്തുകയുണ്ട്. വന്ന് 6 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ നമ്മുടെ പകുതിയോളം എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യത്തെ റൗണ്ടിനേക്കാളും കുറച്ചുകൂടെ ഗൗരവമുള്ള റൗണ്ടാണ്. അപ്പം അതും സക്സസ്ഫുൾ ആയിട്ട് കടന്നു പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ റൗണ്ടിൽ 2 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒന്നുകിൽ പഴയ നിയമത്തിൽ നിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ഏതാണ് തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്നത്? പഴയ നിയമം. പഴയ നിയമമാണ്. പഴയ നിയമത്തിൽ നിന്നാണ് കുറച്ചുകൂടെ വേഗതയിൽ ഉത്തരം പറഞ്ഞത്. പക്ഷെ ആമോസിന്റെ പുസ്തകമൊക്കെ കുറച്ച് കടുപ്പമാണ്. പഴയ നിയമമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുക, വളരെ ഹ്രസ്വമായ പീരീഡിലാണ് വിശ്വാസത്തിൽ വന്നിട്ടെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ഇത് എത്ര നാളായി ഈ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഈ ഭാഗത്തേക്ക്, പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നിട്ട് എത്ര നാളായി? ഞാൻ 2005 ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. 2005 21 വർഷമായി. 21 വർഷമായി. 21 വർഷത്തിന് മുമ്പും ബൈബിളിൽ ഇങ്ങനെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു? അതോ ഈ 21 വർഷത്തെ യാത്രയാണോ കുറച്ചുകൂടെ ബൈബിൾ മനസ്സിലാക്കിയത്? 21 വർഷത്തിന്റെ യാത്രയിലാണ് കൂടുതലായിട്ട് വായിക്കാനൊക്കെ സാധിച്ചത്. അതിന് മുന്നേ സൺഡേ സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിക്കാറുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ ബൈബിളായിട്ടുള്ള. എന്നാലും ബൈബിൾ അങ്ങനെ വായിക്കുന്ന കൃത്യമായൊരു ശീലം വന്നില്ല. ഈ അനുഭവത്തിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. എല്ലാവരും വിശ്വാസത്തിൽ തന്നെയാണോ കുടുംബത്തിൽ നിന്ന്? അതെ, എല്ലാവരും വിശ്വാസത്തിൽ തന്നെ. ആദ്യം ആരാണ് വിശ്വാസത്തിലേക്ക് വന്നത്? ആദ്യം ഞാനാണ്. അങ്കിള് തന്നെയാണോ വന്നത്? അപ്പൊ പ്രത്യേക അനുഭവം ഉണ്ടായതുകൊണ്ടാണോ, അതോ വചനം മനസ്സിലാക്കിയപ്പോ സ്നാനപ്പെടണമെന്ന് തോന്നിയതാണോ? ഞാൻ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ട് എനിക്ക് തോന്നി ഇത് സത്യമാണെന്ന് എനിക്ക് സ്വയം മനസ്സിലാക്കിയിട്ട് സ്നാനപ്പെട്ട, വേറെ ആരുടെയും നിർബന്ധത്താലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടോ കടന്നു വന്നതല്ല. വചനം വായിച്ച് അത് സത്യമാണ്, അപ്പൊ അത് സ്നാനം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ വചനത്തിന്റെ സത്യത്തിലേക്ക് വരാൻ ഒരു ധൈര്യം കാണിച്ചതാണ്. ഏതായാലും കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള
ഈ കർത്താവിനോടുള്ള ഈ യാത്ര ഏറ്റവും മനോഹരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം: യാക്കോബിന് ബിൽഹ പ്രസവിച്ച ആദ്യ പുത്രൻ ഇവരിൽ ആര്? ഓപ്ഷൻ എ യഹൂദ, ഓപ്ഷൻ ബി ദാൻ, ഓപ്ഷൻ സി ഗാദ്, ഓപ്ഷൻ ഡി ഇസ്സാഖാർ. യാക്കോബിന് ബിൽഹ പ്രസവിച്ച ആദ്യ പുത്രൻ ഇവരിൽ ആര്? സമയമെടുക്കാം, ടൈമറിൽ ഭയപ്പെടേണ്ട. ബിൽഹ പ്രസവിച്ച ആദ്യത്തെ പുത്രൻ ആരാണ്? ഓപ്ഷൻ ബി ദാൻ. ഓപ്ഷൻ ബി ദാൻ ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി ദാൻ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. അത് ചിന്തിച്ചും ആലോചിച്ചും തന്നെയാണ് പറഞ്ഞത്. യഹൂദ ആരാണ് പ്രസവിച്ചതെന്നറിയാം. യഹൂദയ്ക്ക് ആരാണ് ആ പേരിട്ടത് എന്നൊരു പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച് കേൾക്കുന്നൊരു വ്യക്തിത്വമാണ് യഹൂദ. പിന്നെ ഗാദും ഇസ്സാഖാറും താഴേക്ക് വരുന്ന ആളുകളായതുകൊണ്ട് ദാനാകാൻ ഒരു സാധ്യത ഉണ്ടല്ലേ? ആ സാധ്യത ശരിയാകാം. ആകാനും ആകാതിരിക്കാനുമുള്ള ചെറിയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഏഴാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ദാൻ എന്ന ഉത്തരം ശരിയാണോ? ദാൻ എന്ന ഉത്തരവും ശരിയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു കാര്യം, ഇനി എവിടെ വെച്ച് വേണമെങ്കിലും അറിയില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ മത്സരം നമുക്ക് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഇനി എനിക്കറിയാം, ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതെനിക്ക് വിഷയമേ അല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും ഉത്തരം പറഞ്ഞ് മുമ്പോട്ട് പോകാൻ തീരുമാനമെടുക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം, എട്ടാമത്തെ ചോദ്യം: ശൗലിന്റെ ഭാര്യ ഇവരിൽ ആരുടെ പുത്രിയാണ്? ഓപ്ഷൻ എ അഹീമാസ്, ഓപ്ഷൻ ബി അബിയേൽ, ഓപ്ഷൻ സി അബീനാദാബ്, ഓപ്ഷൻ ഡി അഹീതൂബ്. ഇതിൽ ശൗലിന്റെ ഭാര്യ ആരുടെ പുത്രിയാണ്? ആലോചിക്കാം, ആരുടെ പുത്രിയാണ്? അബീനാദാബിനെ നമുക്ക് പരിചയമുണ്ട്. ബാക്കി 3 പേരുകളുണ്ട്. ആലോചനയിലൂടെ കടന്നു പോവുക. അതിനകത്ത് ഓപ്ഷൻ എ അഹീമാസ്. ഓപ്ഷൻ എ അഹീമാസ് ഉത്തരം ഉറപ്പിക്കാം. സംശയത്തിന്റെ നിഴലിൽ അബിയേലാണോ അഹീമാസാണോ സംശയമുണ്ട്. എന്നാലും സംശയത്തിന്റെ നിഴലിൽ ഒരു ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു തിരിച്ചു പോക്കില്ല, നമ്മളത് ഉറപ്പിച്ചു. എന്നാലും ഇപ്പൊ തിരുത്തി ചിന്തിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. ഏതായാലും ഞാൻ ഇത് പിലാത്തോസ് പറഞ്ഞ പോലെ, ഞാൻ എഴുതി എന്ന് പറഞ്ഞ പോലെ ഇനി തിരുത്തലില്ല. കുഴപ്പമില്ല, 8 ചോദ്യം വരെ വന്നതുകൊണ്ട് പോയാലും സങ്കടമില്ല. എങ്കിലും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് മത്സരിച്ച് കടന്നു പോകുമ്പോൾ ഒരു ചെറിയ പ്രയാസം. കുഴപ്പമില്ല. ഏതായാലും ഇത്രത്തോളം മത്സരിക്കാൻ ദൈവം സഹായിച്ചു. അപ്പൊ തുടർന്നും ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാകട്ടെ. നമുക്ക് നോക്കാം, ഉത്തരം നോക്കാം. ഓക്കെ. ഓപ്ഷൻ എ അഹീമാസ് എന്ന ഉത്തരം ശരിയാണോ? ശരി, ആ ഉത്തരം ശരിയാണ്. 8 ചോദ്യം, ചെറിയൊരു ടെൻഷൻ വന്നല്ലേ, തെറ്റാണോ ഇല്ലയോ എന്ന്. എങ്കിലും പഴയ നിയമത്തിൽ അത്യാവശ്യം ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് ഈ ഉത്തരം എല്ലാം പറയാൻ കഴിയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. +2 വേണോ? വേണ്ട. 9ാമത്തെ ചോദ്യം, ഈ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം: ഇവരിൽ ആരുടെ കൊച്ചുമകനാണ് ഏറ്റവും അധികം വർഷം ജീവിച്ചിരുന്നത്? ആരുടെ കൊച്ചുമകൻ? ചിന്തിക്കണം, ടൈമർ നോക്കണ്ട. ഓപ്ഷൻ എ മെഥൂശലഹ്, ഓപ്ഷൻ ബി ഹാനോക്ക്, ഓപ്ഷൻ സി യാരദ്, ഓപ്ഷൻ ഡി ലാമെക്ക്. ഇതിൽ ആരുടെ കൊച്ചുമകനാണ് ഏറ്റവും അധികം ജീവിച്ചിരുന്നത്? ഓപ്ഷൻ സി യാരദ്. ഓക്കെ, ഓപ്ഷൻ സി യാരദ് എന്ന ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. യാരദിന്റെ മകനാണ് ഹാനോക്ക്. ഹാനോക്കിന്റെ മകനാണ് ആര്? മെഥൂശലഹാണ് ഏറ്റവും അധികം ജീവിച്ചിരുന്ന വ്യക്തി. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി യാരദ് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. 9ാമത്തെ ചോദ്യത്തിനും അങ്ങനെ ഉത്തരം നൽകി ഒരു സമ്മാന തുകയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ ഇല്ലാത്ത ഒരു റൗണ്ടിലേക്കാണ് കടന്നു പോകുന്നത്.
നമുക്ക് നോക്കാം ഈ അടുത്ത ചോദ്യത്തിന് എത്രത്തോളം ഗൗരവമായി ഉത്തരം നൽകാൻ കഴിയുന്നുണ്ട്. അടുത്ത റൗണ്ടിലേക്ക് കടക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ മത്സരം അവസാനിപ്പിക്കാം. നല്ലൊരു സമ്മാന തുകയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. യഹോവയ്ക്ക് തിരിയാൻ ഇസ്രായേലിന് യഹോവ വരുത്തിയ അനർത്ഥങ്ങളായി ആമോസ് 4-ാം അധ്യായത്തിൽ പറയുന്നതിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ, എല്ലായിടങ്ങളിലും അപ്പത്തിന് കുറവ് വരുത്തി. ഓപ്ഷൻ ബി, യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞ് ചെറിയ വീട് പിളർന്ന് തകർന്നുപോയി. ഓപ്ഷൻ സി, വെൺകതിർ കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ജനത്തെ ശിക്ഷിച്ചു. ഓപ്ഷൻ ഡി, അത്തിവൃക്ഷങ്ങളെയും ഒലിവ് മരങ്ങളെയും തുള്ളൻ തിന്നുകളഞ്ഞു. ഇതിലേതാണ് 4-ാം അധ്യായത്തിൽ ഉൾപ്പെടാത്ത ഒരു അനർത്ഥം? ആലോചിച്ച് പറഞ്ഞാൽ മതി. നാലാം അധ്യായത്തിൽ ഇല്ലാത്തത്. ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യാം, ടൈമർ ശ്രദ്ധിക്കണ്ട. 4-ാം അധ്യായത്തിൽ ഇല്ലാത്ത ഒന്ന്. ഇതിലൊരു കാര്യം 4-ാം അധ്യായത്തിൽ യഹോവ വരുത്താത്ത അനർത്ഥമാണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഉറപ്പാണ്? ഓക്കെ, ഓപ്ഷൻ ബി ഉറപ്പിക്കാം. യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞ ചെറിയ വീടും പിളർന്ന് തകർന്നുപോയി. മറ്റൊരു അധ്യായത്തിലാണ് അതെന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി, ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. അങ്ങനെ 2 റൗണ്ട് കടന്നു. ഇനി 3-ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓപ്ഷൻലെസ് റൗണ്ടിലേക്കാണ്. ഇനി ഇതിന് ഓപ്ഷൻ ഇല്ല, ഉത്തരം കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. ഏതാണെങ്കിലും ആ ചോദ്യത്തിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ഈ റൗണ്ടിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ പഴയ നിയമമാണ് തിരഞ്ഞെടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി 3-ാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ പുതിയ നിയമത്തിൽ നിന്നുള്ള ഏതെങ്കിലും സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ അനുകരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ എവിടെങ്കിലും വെച്ച് ആശങ്ക തോന്നുന്നുണ്ടെങ്കിൽ മത്സരം അവസാനിപ്പിക്കുക. നല്ലൊരു സമ്മാന തുകയിൽ 10 ചോദ്യം പൂർത്തീകരിച്ചു. 5 ചോദ്യം കൂടെ ഉള്ളൂ. അപ്പൊ ഈ ചോദ്യത്തിന് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അടുത്ത ചോദ്യത്തിന് ട്രൈ ചെയ്യുമ്പോൾ ആ സമ്മാനത്തു കൂടെ നഷ്ടപ്പെടും. നമുക്ക് പോകാം മുമ്പിലേക്ക്. ഓക്കെ, 3-ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. ആരാണിത് പറഞ്ഞത്? ഈ ചോദ്യം കണ്ടിട്ട് മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചാൽ ഒരു ഉത്തരം വേണമെങ്കിൽ പറയാം, വേണമെങ്കിലല്ല, ഒരു ഉത്തരം മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉത്തരം പറയാം. പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അറ്റൻഡ് ചെയ്യുകയാണ് 11-ാമത്തെ ചോദ്യം. അപ്പോസ്തലനായ പൗലോസ് ആണ് ഈ വാക്ക് പറഞ്ഞതെന്നാണ് തൃശ്ശൂരിൽ നിന്ന് കടന്നു വന്ന പ്രിയ ബോൾസനങ്ങൾ 2 റൗണ്ട് പൂർത്തീകരിച്ച് 3-ാമത്തെ റൗണ്ടിലേക്ക് ചുവട് വെക്കുമ്പോൾ പുറത്ത് യുദ്ധം അകത്ത് ഭയം എന്ന് പറഞ്ഞത് പൗലോസ് ആണ്. നമുക്ക് പരിശോധിക്കാം. യെസ്, പൗലോസ് ആണത് പറഞ്ഞത്. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അടുത്തൊരു സമ്മാന തുകയിലേക്ക് എത്തി. അടുത്ത റൗണ്ട്, അടുത്ത ചോദ്യം വളരെ ശ്രദ്ധയോടെ നേരിടുക. ഈ 3-ാമത്തെ റൗണ്ടിൽ 2-ാമത്തെ ചോദ്യം. ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? ദൈവത്തിന്റെ പുത്രന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ. ഉറപ്പാണ്? ഓക്കെ, സമാധാനമുണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ശരിയാണോ? ആ ഉത്തരവ് ശരിയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നുള്ള ഉത്തരം. അങ്ങനെ സമ്മാനത്തുക 5000 രൂപയിൽ എത്തിയിട്ടുണ്ട്. ഈ റൗണ്ടിലെ അടുത്ത ചോദ്യം, 3-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അറിയില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാനുള്ള ഇതുണ്ട്. അല്ലെങ്കിൽ ഫൈനൽ റൗണ്ടിൽ നമ്മൾ എന്താണോ ഫിനിഷ് ചെയ്തത് ആ സമ്മാനത്തുകയിലായിരിക്കും നമ്മൾ നിൽക്കുക. ഓക്കെ, ഈ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യം. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. സങ്കീർത്തനത്തിലെ ഈ വാക്യം ഏത് പുസ്തകത്തിൽ എത്രാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു?
സങ്കീർത്തനത്തിൽ ഈ വാക്യം പുതിയ നിയമത്തിൽ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് പുസ്തകം, ഏത് അധ്യായം എന്നുകൂടെ പറയട്ടെ. സമയമെടുക്കാം. പുസ്തകവും അധ്യായവും കൃത്യമായിരിക്കും. പറഞ്ഞു തെറ്റിപ്പോയാൽ 3000 എന്ന സമ്മാന തുകയിലായിരിക്കും അവസാനിക്കുക. ഇനിയൊരു ആ ചോദ്യത്തിലൊരു പ്രയാസം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഉത്തരം ഉറപ്പാണെങ്കിൽ പറയാം. ഫിറ്റ് ചെയ്യാണ് അവസാനിപ്പിക്കുക. ഓക്കെ, മത്സരം നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. നല്ലൊരു സമ്മാന തുകയിൽ എത്തിയിട്ടുണ്ട്. എങ്കിലും എവിടെ ആയിരിക്കാം ഇത് പറഞ്ഞിരിക്കുക? കുരിന്ത് ലേഖനം. കുരിന്ത് ലേഖനത്തിൽ ഏത് കുരിന്ത് ലേഖനത്തിൽ? ഒന്നുണ്ട്, രണ്ടുണ്ട്. രണ്ട് കുരിന്തിലാണ്. 2 കുരിന്തിൽ ഏത് അധ്യായത്തിൽ വരാൻ സാധ്യതയുണ്ട് ഈ വാക്യം? വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ അധ്യായത്തിലായിരിക്കും. ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ അധ്യായം 10-ാം അധ്യായത്തിൽ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ധാരാളമായി കൊടുക്കുന്നവൻ ധാരാളമായി കൊയ്യും, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു, നിർബന്ധത്തോടെ കൊടുക്കരുത് എന്ന് പറയുന്ന വചനമൊക്കെ രേഖപ്പെടുത്തിയിരിക്കും. മക്കദോന്യ സഭ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്ത കാര്യങ്ങളെ പരാമർശിക്കുന്ന അധ്യായമാണ്. ആ അധ്യായം ഏതാണെന്ന് അറിയാമോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് പരിശോധിക്കാം. 13ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ് ഉത്തരം. ഏതായാലും നമ്മുടെ പുതുക്കിയ റൗണ്ടിലെ ആദ്യ മത്സരാർത്ഥി നല്ലവണ്ണം മത്സരിച്ചു. ആ പുസ്തകങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു. ആദ്യ റൗണ്ടിൽ വല്ലാത്ത ആശങ്കകൾ ഉണ്ടായെങ്കിൽ കൂടെ അതിനെ അതിജീവിച്ച് ഈ റൗണ്ട് വരെ 2 റൗണ്ട് പൂർത്തീകരിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ദൈവം സഹായിക്കട്ടെ. എങ്ങനെയുണ്ട് പ്രോഗ്രാമിൽ ഇത്ര ദൂരം യാത്ര ചെയ്ത് കടന്നു വന്ന് പങ്കെടുത്തിട്ട്? നല്ല പ്രോഗ്രാം ആയിരുന്നു. ബൈബിൾ നന്നായി വായിക്കണം എന്നുള്ളത്, ഒരേ അധ്യായങ്ങളിലെ എന്തൊക്കെയാന്നുള്ളത് വായിച്ച് മനസ്സിലാക്കി തന്നെ പഠിക്കണം എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ വായിച്ചില്ല. ഓരോ അധ്യായത്തിലെ കണ്ടന്റ് അങ്ങനെ നോക്കിയിരുന്നില്ലേ, അതുകൊണ്ടാണ് അതിന് ആൻസർ പറയാൻ പറ്റുന്നത്. ഓരോ അധ്യായത്തിലെ കണ്ടന്റുകൾ അങ്ങനെ നോട്ട് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾ ഓരോ അധ്യായത്തിലും എന്താണ് കണ്ടന്റ് എന്നുകൂടെ മനസ്സിലാക്കിയാൽ അധ്യായം, വാക്യം, അത് സംബന്ധിച്ച ചോദ്യങ്ങൾ അങ്ങനെ വരും. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ പ്രിപ്പയർഡ് ആയിട്ട് കടന്നു വരിക. തുടർന്നുള്ള റൗണ്ടുകളിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഈ ബൈബിൾ ബ്രെയിൻസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കടന്നു വന്ന, കുന്നംകുളത്തു നിന്ന് കടന്നു വന്ന പ്രിയ പോൾസൺ അങ്കിൾ നല്ലൊരു സമ്മാനത്തുകയായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. നിങ്ങൾക്കും മത്സരിക്കാനും ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രയോജനപ്പെടാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി.
തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 944 73 72 726 94 005 200909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.